ഇപ്പോൾ ഗുജറാത്തിൽ ദുരന്ത ഭൂമിയിൽ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി സന്ദർശിക്കുകയാണ്. രാജ്കോട്ടിലാണ് ഇന്നലെ ദുരന്തമുണ്ടായത്. രാജ്കോട്ടിലേക്ക് ഇപ്പോൾ നമ്മുടെ വാർത്താ സംഘം രാജ്കോട്ടിലുണ്ട്. അവിടെ ശ്രീനാഥ് ചന്ദ്രൻ, നമ്മുടെ മുംബൈ പ്രതിനിധി, അവിടെ എത്തിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ, പറയൂ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? 28 പേർ മരിച്ച ദുരന്തമല്ലേ ഇപ്പോൾ? അതെ, SKN ഇന്നലെ രാത്രി തന്നെ ഹർഷ് സാങ്വി ആഭ്യന്തരമന്ത്രി ഇവിടെ വന്നിരുന്നു. പുലർച്ചെ ഏതാണ്ട് 5 മണിയോടെയാണ് ഈ ദുരന്തഭൂമിയിൽ നിന്ന് പോയത്. ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഈ സ്ഥലത്തേക്ക് എത്തുന്നു. അദ്ദേഹത്തോടൊപ്പം റേഞ്ച് IG കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം ജില്ലാ ഫയർ ഓഫീസർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഒപ്പം സ്ഥലം MLA, സ്ഥലം MP എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ഈ ദുരന്തഭൂമിയിൽ തീ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അണച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി, കാരണം കഴിഞ്ഞ ദിവസം രാത്രി വന്നപ്പോൾ അദ്ദേഹത്തിന് അകത്തേക്കൊന്നും പോയി നോക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടി അകത്തേക്ക് അദ്ദേഹം പോയി കാര്യങ്ങൾ വിലയിരുത്തുന്നു. അദ്ദേഹം ഇവിടെ എത്തുന്നത് SIT യോഗത്തിന് ശേഷമാണ്. കളക്ടറുടെ ഓഫീസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു യോഗം അല്പസമയം മുമ്പ് ചേർന്നിരുന്നു. അതിൽ ഹർഷ് സാങ്വിയും പങ്കെടുത്തിരുന്നു. 5 അംഗ അന്വേഷണ സംഘത്തെയാണ് പ്രത്യേകമായി നിയമിച്ചിരിക്കുന്നത്. ADGPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഏതായാലും ആ യോഗത്തിന് ശേഷം കിട്ടിയ ചില വിവരങ്ങൾ കൂടി വിലയിരുത്താൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഹർഷ് സാങ്വി ഇങ്ങോട്ട് വീണ്ടും എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് വരവിന് ഒരു പ്രാധാന്യം കൂടിയുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ കൂടി ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം കൂടി ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നു. അല്പസമയം നിർത്തിവെച്ച രക്ഷാദൗത്യം വീണ്ടും ഇപ്പോൾ തുടരുകയാണ്. JCBയിലൊക്കെ ഡ്രൈവർമാർ എത്തിയിട്ടുണ്ട്. ഒരു വാഹനം അവിടെ ജോലി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതായത് പുലർച്ചെ ഏതാണ്ട് 6 മണിയോടെ നിർത്തിവെച്ച രക്ഷാദൗത്യം ഇപ്പോൾ 7:30യോടെ വീണ്ടും പുനരാരംഭിക്കുകയാണ്. അവശിഷ്ടങ്ങൾ നീക്കി അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നു. ലോറികളിൽ ഈ അവശിഷ്ടങ്ങൾ മറ്റൊരു മറ്റൊരു ഇടത്തേക്ക് മാറ്റുന്ന ജോലികളാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. രാവിലെ മാധ്യമങ്ങളെ പുലർച്ചെ കണ്ടപ്പോൾ ഹർഷ് സാങ്വി പറഞ്ഞത് ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്, ഒരാൾ കൂടി മിസ്സിംഗ് ആണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം ചില ശരീര അവശിഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസത്തെ തിരച്ചിലിനിടെ കിട്ടിയിരുന്നു. അത് ഏതെങ്കിലും വ്യക്തിയുടെ ആണോ അല്ല, അതിനെക്കുറിച്ചൊരു വ്യക്തത ഈ ഘട്ടത്തിൽ ഇല്ല. അതുകൊണ്ട് ഒരാൾ കൂടി ഇതിൽ അപകടത്തിൽ പെട്ടിരിക്കാം എന്നൊരു നിഗമനം പ്രാഥമികമായി ഉണ്ട്. അത് തുടർന്നുകൂടിയാണ് ഈ രക്ഷാദൗത്യം തുടരുന്നത്. ഏതായാലും ആഭ്യന്തരമന്ത്രി എത്തിയതിന് പിന്നാലെ വീണ്ടും അതിവേഗത്തിൽ രാവിലെ നിർത്തിവെച്ച രക്ഷാദൗത്യം തുടങ്ങുകയാണ്. JCBകൾ ഒന്നൊന്നായി ഈ ദുരന്തഭൂമിയിലേക്ക് വീണ്ടും കടന്നു വരുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. 28 പേരുടെ മരണം. ചില ഗുജറാത്തി ചാനലുകളിലൊക്കെ ഈ മരണസംഖ്യ കുറച്ചധികമായി കാണുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ആ സ്ഥിരീകരണം വരാത്തത് കൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ കൊടുക്കാത്തത്. ഏതായാലും 12 കുട്ടികളുടെ മരണം. ഈ മരിച്ചവരിൽ സ്ത്രീകൾ എത്ര, പുരുഷന്മാരെത്ര എന്ന കണക്കുകളൊന്നും തന്നെ ലഭ്യമല്ല. കാരണം മൃതദേഹങ്ങൾ പലതും ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് DNA പരിശോധന അടക്കം നടത്തിയതിനു ശേഷം മാത്രമേ ഈ ആരുടേതാണ് മൃതദേഹം എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരൂ. ഇന്നിപ്പോൾ സിവിൽ ആശുപത്രിയിൽ അതുമായി ബന്ധപ്പെട്ട ജോലികൾ നടക്കുന്നു. മൃതദേഹങ്ങളൊക്കെ തന്നെ സിവിൽ ആശുപത്രിയിലാണ് രാജ്കോട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, ഒപ്പം ഈ ദുരന്തത്തിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം, ഈ സ്ഥാപനം നടത്തിയ പ്രൊമോട്ടർമാർ, ഉടമകൾ, അവരിൽ 3 പേരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആകെ 5 പേർ പിടിയിലായി എന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പേർ പിടിയിലാകും എന്ന് പോലീസ് പറയുന്നുമുണ്ട്. ഒരു NOCയും ഒരു അനുമതിയും കിട്ടാതെയാണ് ഈ ഈ സ്ഥാപനം ഈ 2-3 വർഷമായി ഇവിടെ പ്രവർത്തിച്ചത് എന്നത് ഈ ദുരന്തമുണ്ടായപ്പോൾ മാത്രമാണ് ഓരോരുത്തരായി ഓരോ വകുപ്പുകളായി പറയുന്നത്. SKN. താങ്ക് യു. ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേർന്ന്. നമ്മുടെ വാർത്താ സംഘം ഈ ദുരന്ത ഭൂമിയിലുണ്ട്. 28 പേരാണ് മരിച്ചത്. ഇതിൽ കുറച്ചധികം കുട്ടികളുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അല്പം കഴിഞ്ഞ് അറിയാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം.